ഇത് ചാവറ കൾച്ചറൽ സെൻ്ററിന് അഭിമാന മുഹൂർത്തം. കൊറോണ കാലങ്ങളുടെ ഞെരുക്കങ്ങൾക്കിടയിൽ ലോകത്തിലെ ഏറ്റവും ജനസാന്നിധ്യമുള്ള കലയായ സിനിമയുടെ 125ാം പിറന്നാൾ ആഘോഷിക്കപ്പെടാതെ പോകുന്നു. എങ്കിലും നാം ഓർക്കണം, ഈ ദിനം ആചരിക്കപ്പെടാതെ പോകരുത്. അതിന് ചാവറ കൾച്ചറൽ സെൻ്റർ മുന്നിട്ടിറങ്ങുമ്പോൾ കൂടെ ചേർത്ത് സിനിമയ്ക്ക് അഭിവാദനം അർപ്പിക്കുവാനായിട്ട് പ്രഗത്ഭരായ സിനിമാ സംവിധായകരായ ഹരിഹരൻ, കമൽ, ജയരാജ്, ബ്ലസ്സി, റോഷൻ ആൻഡ്രൂസ്, ജോൺ ബോൾസാർ എന്നിവരോടുള്ള ചാവറയുടെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തട്ടെ. ഹാപ്പി ബർത്ത്ഡേ സിനിമ. ഇന്ന് സിനിമ ജന്മം കൊണ്ടിട്ട് 125 വർഷം. 1895 ഡിസംബർ മാസം 28-ാം തീയതി പാരീസിലെ ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന പ്രദർശനം പ്രേക്ഷകരെ അനുഭൂതിയിലാക്കി. അവിടെ കാഴ്ചക്കാരനും കാഴ്ചയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ നടന്നു. അതാണ് സിനിമ എന്ന് പറയുന്നത്. കാഴ്ചക്കാരന് എന്താണോ ആവശ്യമുണ്ടായിരുന്നത് അത് കാഴ്ചയുടെ തലത്തിൽ അതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചപ്പോൾ സിനിമ ഒരനുഭൂതിയായിട്ട് മാറി. സിനിമയുടെ ആരംഭം ലൂമിയറെ ഫാമിലി കാഴ്ചക്കാരന് നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയായി. കാണുന്നതിൽ നിന്ന് കാഴ്ചക്കാർ പലതും പുതുതായി സ്വരൂപിച്ചെടുക്കുക എന്ന യാഥാർത്ഥ്യത്തിലേക്ക് സിനിമ വന്നു. കലകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ഒരു കലയായിട്ട് സിനിമാ ലോകം മാറി. ഇത് സിനിമയ്ക്ക് സാധിക്കുന്നത് എല്ലാ കലകളും സിനിമയിൽ ഉൾച്ചേരുന്നു എന്ന സത്യത്തിലേക്കാണ്. ശാസ്ത്രവും ഇതിൻ്റെ കൂടെ നിൽക്കുന്നു. ഇന്ന് സിനിമയ്ക്ക് ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ നേരുമ്പോൾ 125 വർഷത്തെ സിനിമ ലോകം പ്രേക്ഷകർ, അനുവാചകർ, നിർമ്മാതാക്കൾ, അതിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമസ്ത കലാകാരന്മാരെയും അഭിനന്ദിക്കുവാനായിട്ട് നമുക്ക് ഈ അവസരമെടുക്കാം. നന്മകൾ നേരാം. നമസ്കാരം. കലകളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കലയാണ് സിനിമ. സിനിമ എന്ന അത്ഭുത പ്രപഞ്ചം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ 125 വർഷം തികയുന്നു. പാരീസിലെ ഗ്രാൻഡ് കഫേ എന്ന ഹോട്ടലിലെ ഒരു ഹാളിൽ വെച്ച് ലൂമിയർ ബ്രദേഴ്സ് അവർ നിർമ്മിച്ച സിനിമോട്ടോഗ്രാഫ് എന്നവർ പേരിട്ട സിനിമ ആദ്യമായി പ്രദർശനം അവിടെ വെച്ച് നടത്തുകയുണ്ടായി. 1895 ഡിസംബർ 28-നായിരുന്നു സംഭവം. അതുവരെ അവർ പരീക്ഷണാർത്ഥം നിർമ്മിച്ചിട്ടുള്ള ഏതാനും ലഘുചിത്രങ്ങളുടെ ഒരു പാക്കേജായിരുന്നു അന്നവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പുറമെ ടിക്കറ്റ് എടുത്ത് കുറേ പേർക്ക് കാണാനുള്ള സൗകര്യം കൂടെ അന്നവരവിടെ ഏർപ്പാട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി തന്നെ എന്ന് പറയാം, ലോകത്തിലെ ആദ്യ ചലച്ചിത്ര പ്രദർശനമായി ആ സംഭവം മാറി. ചുമരിൽ ചേർത്ത് വെച്ച വെളുത്ത
തിരശ്ശീലയിൽ ചലിക്കുന്ന ചിത്രങ്ങളുടെ അത്ഭുതമായ സംഭവങ്ങൾ കണ്ട് പ്രേക്ഷകർ അന്ന് അമ്പരന്ന് നിന്നു. ചീറ്റുന്ന പുഴയോടുകൂടി തീവണ്ടി ഓടി വരുന്നത് കണ്ട് ജനങ്ങളെല്ലാം എഴുന്നേറ്റ് പേടിച്ചോടി എന്നൊക്കെ അന്ന് പത്രവാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ദിവസം അവിടെ വെച്ചാണ് സിനിമ ജന്മമെടുത്തതെന്ന് ലോകം അവകാശപ്പെടുന്നു. അധികം താമസിയാതെ തന്നെ എല്ലായിടത്തും വാർത്ത പരന്നു. പല രാജ്യങ്ങളിലും പിന്നീടത് പ്രദർശിപ്പിക്കുകയുണ്ടായി. 1896 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ ഇത് പ്രദർശിപ്പിക്കുകയുണ്ടായത്. 2020 ഡിസംബർ 28 സിനിമയുടെ 125ാം ജന്മദിനമാണ്. ശൈശവം പോലും താണ്ടിയെന്ന് പറയാനുള്ള കാലദൈർഘ്യം പിന്നിട്ടിട്ടില്ലാത്ത സിനിമ ഏറ്റവും ജനകീയ സ്വാധീനമുള്ള ഏറ്റവും ആകർഷണീയമായ ഒരു കലാരൂപമായി ഈ കാലയളവിൽ വളർന്നു കഴിഞ്ഞു. വളർച്ചയുടെ പടവുകൾ താണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് താനും. 7 കലകളുടെ സങ്കീർണ സ്വരൂപമാണ് സിനിമ. മറ്റ് കലാരൂപങ്ങളെല്ലാം തന്നെ സിനിമയുടെ വളർച്ചയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രൂപഭാവങ്ങളിലൂടെ ഇനി എന്തെല്ലാം പരിവർത്തനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന്. നിശബ്ദ ദൃശ്യങ്ങളിലൂടെ ആരംഭിച്ച് വെർച്വൽ റിയാലിറ്റിയിൽ വന്നു നിൽക്കുകയാണ് ഇന്ന് സിനിമ. അത്ഭുതകരമായ ഈ വളർച്ചയുടെ പിന്നിൽ ലോകമെമ്പാടുമുള്ള ഒട്ടേറെ കലാകാരന്മാരുടെ അശ്രാന്ത പരിശ്രമങ്ങളുടെ കഥ പറയാനുണ്ടാവും. സിനിമയുടെ 125ാം ജന്മദിനമായ ഡിസംബർ 28 അവർക്കെല്ലാം നമുക്ക് പ്രണാമമർപ്പിക്കാം. ഹാപ്പി ബർത്ത്ഡേ സിനിമ. നമസ്കാരം. അലറിത്തിമർത്ത് ആർപ്പു വിളിക്കുന്ന കടൽ, തിരമാലകളോട് മത്സരം കുറിച്ച് കടലിലേക്ക് ചാടി കളിക്കുന്ന നീന്തൽ പ്രേമികൾ. ലൂമിയർ കുടുംബം പകർത്തിവെച്ച മറ്റൊരു മനോഹര ദൃശ്യം. ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട ശ്രീ ജോൺ പോളിനും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. സിനിമ കാഴ്ചയും കാഴ്ചക്കാരനും കാഴ്ചയുടെ സംസ്കാരവും എന്നതാണ് നമ്മുടെ വിഷയം. 125 വർഷങ്ങൾക്ക് മുമ്പ് 1895 ഡിസംബർ 28 ലൂമിയർ ബ്രദേഴ്സ് പാരീസിലെ ഗ്രാൻഡ് കഫേയിൽ അവരുടെ ആദ്യത്തെ മോഷൻ പിക്ചേഴ്സ് ചലിക്കുന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നത്. 125 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ ചരിത്രം ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ കലാമാധ്യമമായി സിനിമയെ മാറ്റിയിരിക്കുകയാണ്. അന്ന് ആദ്യത്തെ പ്രദർശനത്തിൽ തന്നെ ഏത് രീതിയിലാണ് ഈ ദൃശ്യകലയും ജനങ്ങളും തമ്മിലുള്ള കാണികളും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് എന്ന് അന്ന് പ്രദർശിപ്പിച്ച ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. ആദ്യമായി പ്രദർശിപ്പിച്ച ചില ദൃശ്യങ്ങളിൽ ഫാക്ടറിയിൽ നിന്ന് കുറേ തൊഴിലാളികൾ പുറത്തേക്ക് വരുന്നതും കാണികൾക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരു ട്രെയിനുമായിരുന്നു. ഈ ട്രെയിൻ കാണികൾക്ക് നേരെ വരുമ്പോൾ ആ ദൃശ്യം കണ്ട ഉടനെ അത് യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ജനങ്ങൾ എഴുന്നേറ്റ് ഓടി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ എഴുന്നേറ്റ് ഓടി എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് ഈ ദൃശ്യമാധ്യമം ജനങ്ങളെ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ കാണികളും ഈ സിനിമ എന്ന മാധ്യമവും തമ്മിലുള്ള ബന്ധം ആദ്യത്തെ പ്രദർശനത്തിൽ തന്നെ ആ രീതിയിൽ തുടങ്ങുകയായിരുന്നു. അഭേദ്യമായൊരു ബന്ധമാണ്, ഒരു ഇഴയടുപ്പം. തുടർന്ന് ഇങ്ങോട്ട് 125 വർഷത്തിൻ്റെ ചരിത്രത്തിനിടയിൽ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഏറ്റവും പോപ്പുലറായ മാധ്യമമായി സിനിമ മാറി. അതിൻ്റെ തുടക്കകാലത്ത്, നിശബ്ദ സിനിമയുടെ തുടക്കകാലത്ത് തന്നെ അമേരിക്കയിൽ ചാർലി ചാപ്ലിനെ പോലുള്ളവർ ഏത് രീതിയിലാണ് ഈ മാധ്യമത്തെ ജനപ്രിയമാക്കിയതെന്ന് നമുക്കറിയാം. ഒപ്പം കഥാചിത്രങ്ങളായി ഉടനെ സിനിമ മാറുകയും സിനിമയിലൂടെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഓരോ ദേശത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ടായി.
യൂറോപ്പിലും റഷ്യയിലുമൊക്കെ തന്നെ അത്തരം പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ലെനിൻ ആ കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ച പോലെ 20-ാം നൂറ്റാണ്ടിൻ്റെ കലയാണ് സിനിമ എന്ന് പറയാൻ കാരണം അതുണ്ടാക്കിയ ഒരു പോപ്പുലാരിറ്റി തന്നെയാണ്. ഈ സർ ചക്രവർത്തിമാർക്കെതിരെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർച്ച പ്രാപിക്കുന്ന ആ കാലഘട്ടത്തിൽ സിനിമയിലൂടെ ഐസൻസ്റ്റീൻ ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്ന സിനിമയിലൂടെ അത്തരമൊരു വിപ്ലവം തന്നെയാണ് ആദ്യം പരീക്ഷിച്ചത്. അത് സിനിമ ഏത് രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്നു, ഈ സാംസ്കാരിക സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഏത് രീതിയിലൂടെ സിനിമയിൽ വരും എന്നും ആദ്യത്തെ ആ കാലഘട്ടത്തിൽ തന്നെ അടയാളപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്ന് അധികം വൈകാതെ യൂറോപ്പിൽ നമുക്കറിയാം 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഉണ്ടാക്കിയ വലിയ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വഴിമുട്ടിയ കാലഘട്ടത്തിൽ ജീവിതവും അതിജീവനവും അതിനിടയിൽപ്പെട്ട മനുഷ്യരുടെ കഥ പറയുന്ന ഒരുപാട് ക്ലാസിക് സിനിമകളുണ്ടായി. അതിൻ്റെ തുടക്കം ഒരു നവസിനിമയുടെ തുടക്കമായി അത് യൂറോപ്പിലാണ് ആദ്യം രൂപം കൊണ്ടത്. അത് ലോകത്തെല്ലായിടത്തും പടർന്നു. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ബൈസിക്കിൾ തീവ്സ് പോലെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ യൂറോപ്പിനെ അടയാളപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് ഇന്ത്യയുടെ സിനിമാ ചരിത്രവും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ 1913 ഫാൽക്കെ തൻ്റെ ആദ്യത്തെ നിശബ്ദ സിനിമയുണ്ടാക്കി, രാജാ ഹരിശ്ചന്ദ്ര. പക്ഷേ ആ സിനിമ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സിനിമാ പ്രദർശനം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയുണ്ടായി. ബയോസ്കോപ്പ് എന്ന ഉപകരണം വഴിയാണ് ആ കാലഘട്ടത്തിൽ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലും വാറുണ്ണി ജോസഫ്, അതായത് കാട്ടൂക്കാരൻ വാറുണ്ണി ജോസഫ് എന്ന തൃശ്ശൂർക്കാരനായ മനുഷ്യനാണ് കേരളത്തിൽ ആദ്യമായി ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നത്. കാട്ടൂക്കാരൻ ജോസ്. ഈ കാട്ടൂക്കാരൻ ജോസ് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ബയോസ്കോപ്പ് വാങ്ങി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തെ പൂരപ്പറമ്പിൽ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടത്തി. അതിനെ തുടർന്ന് അദ്ദേഹം ഇലക്ട്രിക്കൽ ഇതിൽ പ്രവർത്തിപ്പിക്കാവുന്ന ഒരു ബയോസ്കോപ്പ് പിന്നീട് വാങ്ങുകയും അത് ഈ കേരളം മുഴുവൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സിനിമകൾ ബയോസ്കോപ്പിലൂടെ പ്രദർശിപ്പിക്കുകയും ഉണ്ടായി. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് 1928 JC ഡാനിയൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ആദ്യത്തെ നിശബ്ദ സിനിമയുണ്ടാക്കുന്നത്, വിഗതകുമാരൻ. ആ വിഗതകുമാരൻ്റെ ചരിത്രം നമുക്കറിയാം. അത് ഒരു സാമൂഹ്യ കഥയായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ കാലഘട്ടത്തിൽ മറ്റെല്ലാ ഭാഷയിലും പുരാണ കഥകളെ ആസ്പദമാക്കി സിനിമയുണ്ടാക്കിയപ്പോൾ JC ഡാനിയൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സാമൂഹ്യ കഥ, അതായത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തും പ്രമേയമാക്കി സിനിമയെടുത്തു. ആ സിനിമയിലെ നായികയായി ഒരു സവർണ കഥാപാത്രമായ സരോജിനിയെ അവതരിപ്പിക്കാൻ ദളിത് പെൺകുട്ടിയായ PK റോസിയാണ് JC ഡാനിയലിന് ലഭിച്ചത്. JC ഡാനിയൽ PK റോസിയെ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടാക്കിയ കോലാഹലം ഏതൊക്കെ രീതിയിലാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഈ ജാതീയതയും ഐത്തവുമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അതങ്ങനെ തന്നെ ആകാനേ തരമുള്ളൂ. JC ഡാനിയൽ തൻ്റെ ആദ്യത്തെ സിനിമ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിലാണ്. അന്ന് ക്യാപിറ്റോൾ തിയേറ്റർ മാത്രമാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. ആ തിയേറ്ററിൽ ആദ്യത്തെ പ്രദർശനം നടക്കുമ്പോൾ ഈ സവർണർക്കൊപ്പം അവർണരും തിയേറ്ററിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കാരണം. മറ്റൊന്ന്, ഈ നായികയായി ദളിത് പെൺകുട്ടിയെ, സവർണ കഥാപാത്രത്തെ ദളിത് പെണ്ണ് അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ വലിയ കോലാഹലം ഉണ്ടാക്കുകയും PK റോസിയെ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് സിനിമയിൽ കേരളത്തിൽ തുടങ്ങുന്നത്. ആ കാലഘട്ടം അത് നമുക്കറിയാം. ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയുമൊക്കെ സമൂഹ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളുടെ കൂടി ഒരു പ്രതിഫലനമായി പിൽക്കാലത്ത് സിനിമ ഒരു കൊട്ടക സംസ്കാരമായി മാറിയപ്പോൾ, കൊട്ടകയിലിരുന്ന് എല്ലാവരും ഒരുമിച്ച് സിനിമ കാണുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയപ്പോൾ അത് വലിയൊരു ചരിത്രം തന്നെയാണ്. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയുണ്ട്. ഒരുപക്ഷെ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ, വലിയവനും ചെറിയവനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ, ജാതിയിൽ വ്യത്യാസമില്ലാതെ ഒരു സമൂഹത്തിന്, ആൾക്കൂട്ടത്തിന് ഒരുമിച്ച് കാണാവുന്ന, ഒരുമിച്ചിരുന്ന് കാണാവുന്ന ഒരു ഇടമായി ഈ കൊട്ടകകൾ മാറുകയുണ്ടായി. ആ കൊട്ടക സംസ്കാരം തന്നെയാണ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികമായ ഒരു നവോത്ഥാനം എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യ പ്രദർശനം ക്യാപിറ്റോളിൽ നടന്നപ്പോൾ ഈ സവർണർക്ക്
അവർണരായ ആൾക്കാരോടൊപ്പം സിനിമ കാണേണ്ടി വരുന്നു എന്നുള്ളത് സഹിക്കാൻ പറ്റാതായപ്പോൾ സിനിമാ തിയേറ്റർ തല്ലിപ്പൊളിക്കാനൊക്കെ തുടങ്ങി. ആ പ്രദർശനം നടക്കുന്ന സ്ക്രീൻ വലിച്ചു കീറുകയൊക്കെ ഉണ്ടായത്. ഈ കൊട്ടകയുടെ സംസ്കാരം, കാണിയും തിരശ്ശീലയിലെ ദൃശ്യവും തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു, ബയോസ്കോപ്പിൻ്റെ കാലം മുതൽ തന്നെ തുടങ്ങിയത്. ഈ ബയോസ്കോപ്പിന് ശേഷം കേരളത്തിൽ പെർമനൻ്റായ ടോക്കീസുകൾ അങ്ങോളം ഇങ്ങോളം വന്നു. അതിപ്പോൾ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ തിയേറ്റർ വന്നു. പക്ഷേ അതിനു മുമ്പ് ക്യാപിറ്റൽ തിയേറ്റർ 1920കളിലാണ് വരുന്നത്. അതിനു മുമ്പ് തന്നെ തൃശ്ശൂർ ജോസ് കാട്ടൂക്കാരൻ കേരളത്തിലെ ആദ്യത്തെ പെർമനൻ്റ് ആയിട്ടുള്ള ടോക്കീസ് സ്ഥാപിച്ചു. സ്ഥിരമായിട്ട് സിനിമാ പ്രദർശനം നടക്കുന്ന ടോക്കീസ് സ്ഥാപിച്ചു. അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജോസ് ടോക്കീസാണ്. ആ ജോസ് ടോക്കീസിൻ്റെ ചരിത്രം മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്നും ജോസ് തിയേറ്റർ തൃശ്ശൂരിലുണ്ട്. പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് പുതിയ ആധുനിക സജ്ജീകരണങ്ങളോടെ ജോസ് തിയേറ്ററായി ഇന്നും തൃശ്ശൂരിലുണ്ട്. വാറുണ്ണി ജോസഫ്, അതായത് കാട്ടൂക്കാരൻ ജോസ്, ആദ്യ കാലഘട്ടത്തിൽ ഈ ജോസ് തിയേറ്ററിൽ ഒരു പ്രൊജക്ടർ വാങ്ങി അദ്ദേഹം. 1936കളിലാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിലെ ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി കൽക്കട്ടയിൽ നിന്നൊരു പ്രൊജക്ടർ വരുത്തി. ആ പ്രൊജക്ടറിലാണ് സിനിമകൾ, അത് സെല്ലുലോയിഡിൽ ഫിലിമിലുള്ള സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നത്. അത് കുറച്ചുകൂടി പരിഷ്കരിച്ച് അതിൽ പുതിയ ലെൻസുകളൊക്കെ ഇട്ട് 1940 ജ്ഞാനാംബിക എന്ന ചിത്രം പ്രദർശിപ്പിച്ച ആ പ്രൊജക്ടർ, അതിനൊരു ചരിത്രമുണ്ട്. അത് ചലച്ചിത്ര അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ 1940 പരിഷ്കരിച്ച, അതായത് പുതിയ ലെൻസൊക്കെ ഇട്ട് പരിഷ്കരിച്ച പ്രൊജക്ടർ തൃശ്ശൂരിലെ സ്വപ്ന തിയേറ്റർ, അതായത് ഈ കാട്ടൂക്കാരൻ ജോസിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ടവരുടെ തിയേറ്ററാണ് തൃശ്ശൂർ സ്വപ്ന എന്ന് പറയുന്നത്. അത് രാമവർമ്മ തിയേറ്റർ വിലക്ക് വാങ്ങിച്ച് സ്വപ്ന തിയേറ്റർ എന്ന് പേര് മാറ്റുകയായിരുന്നു. ആ കുറേ കാലത്തിന് ശേഷം, ഈ ഡിജിറ്റൽ സിനിമ വന്നതിന് ശേഷം ഈ പ്രൊജക്ടർ ഉപയോഗശൂന്യമാകുകയും തൃശ്ശൂർ സ്വപ്ന ടാക്കീസിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ഈ കോവിഡിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സ്വപ്ന തിയേറ്റർ അതിൻ്റെ ഉടമസ്ഥന്മാർ പൊളിക്കാൻ തീരുമാനിച്ചു. ആ പൊളിക്കുന്ന ഘട്ടത്തിൽ ഈ പ്രൊജക്ടർ ഡിസ്മാൻഡിൽ ചെയ്ത് അവർ എവിടെയോ മൂലയ്ക്ക് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൊജക്ടർ ഓപ്പറേറ്ററും പ്രൊജക്ടർ സർവീസ് ചെയ്യുന്ന ഒരു ബാബുരാജ് എന്ന് പറയുന്ന ഒരാൾ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പ്രൊജക്ടർ അവിടെയുണ്ട്. 1936 കൽക്കട്ടയിൽ നിന്ന് ഈ ജോസ് കാട്ടൂക്കാരൻ വാങ്ങിയ പ്രൊജക്ടറാണ്. അത് ഇന്ന് ഉപയോഗശൂന്യമായി അവിടെ കിടക്കുകയാണ്. അവരത് ചലച്ചിത്ര അക്കാദമിക്ക് തരാൻ തയ്യാറാണ്, അത് ഏറ്റെടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഉടനെ തന്നെ അതിൻ്റെ ഉടമസ്ഥനെ വിളിക്കുകയും ജോസ് കാട്ടൂക്കാരൻ്റെ ഈ തലമുറയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്കത് കൊണ്ടുപോകാമെന്ന് പറയുകയും ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് ഞങ്ങളത് തൃശ്ശൂരിലെത്തി ഏറ്റുവാങ്ങി. ചലച്ചിത്ര അക്കാദമിയിൽ ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ ആ പഴയ രൂപത്തിൽ തന്നെ അത് പുനർനിർമ്മിച്ചു, പ്രൊജക്ടർ പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ അതിൽ ഫിലിം ഓടിച്ച് സിനിമ പ്രദർശിപ്പിക്കാവുന്ന രീതിയിൽ ചലച്ചിത്ര അക്കാദമിയിൽ ഒരു ചരിത്ര സ്മാരകമായി ആ പ്രൊജക്ടർ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 80 വർഷത്തെ മലയാള സിനിമയുടെ ഒരു ചരിത്രം അതിനുണ്ട്. ജ്ഞാനാംബിക 1940 ആ ലെൻസിലൂടെ ആദ്യം പ്രദർശിപ്പിച്ചതെന്നാണ് ബാബുരാജ് എന്നോട് പറഞ്ഞത്. പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരുപാട് സിനിമകൾ പ്രദർശിപ്പിച്ച ആ പ്രൊജക്ടർ ഇന്ന് ചലച്ചിത്ര അക്കാദമിയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ സിനിമയുടെ കാണികളും ദൃശ്യവുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. ആദ്യ കാലഘട്ടത്തിൻ്റെ കഥയിൽ നിന്ന് മാറി നായക കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള സൂപ്പർ താരങ്ങളെ തിരശ്ശീലയിൽ വെള്ളിത്തിരയിൽ നിറഞ്ഞാടുന്ന രീതിയിലേക്ക് സിനിമ മാറുകയും ഒക്കെ ചെയ്ത് സിനിമയുടെ ഒരു വളർച്ച ഈ ഡിജിറ്റൽ യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ നൊസ്റ്റാൾജിയിൽ ഈ കൊട്ടകകളെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. കൊട്ടകയുടെ സംസ്കാരം, കൊട്ടകയും എങ്ങനെയാണ് മനുഷ്യരും തമ്മിലുണ്ടായിട്ടുള്ള വലിയ ബന്ധം എന്നുള്ളതൊക്കെ തന്നെ എല്ലാവർക്കും, എല്ലാ വ്യക്തികൾക്കും, സിനിമ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പറയാൻ കഴിയും. എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് വിശദമായൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂർ ഒരു ചെറിയ പട്ടണമാണ്. അവിടെ അമ്പലത്തിൻ്റെ പരിസരത്ത് ആ പട്ടണത്തിൽ കാളീശ്വരി എന്ന് പറയുന്ന ഒരു ടോക്കീസാണ് ഉണ്ടായിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത്. അവിടെ മാത്രമാണ് റിലീസ് സിനിമകൾ വന്നിരുന്നത്. അതല്ലെങ്കിൽ റിലീസ് സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ ജോസ് തിയേറ്ററിലോ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാമവർമ്മ തിയേറ്ററിനെയും പിന്നീട് വന്ന രാഗത്തിനെയൊക്കെ ആശ്രയിക്കേണ്ടിയിരുന്നു.
അപ്പോൾ തൃശ്ശൂർ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊടുങ്ങല്ലൂർ കാളീശ്വരി ടാക്കീസിലാണ് ഞങ്ങൾ റിലീസ് സിനിമകൾ കണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വീടിനടുത്ത് 2 കൊട്ടകകളുണ്ടായിരുന്നു. അത് ഈ സി ക്ലാസ് എന്ന് പറയുന്ന ഓല ഷെഡുകൾ. പക്ഷേ ഞാൻ കൂടുതലും എൻ്റെ കുട്ടിക്കാലത്ത് സിനിമകൾ കണ്ടിട്ടുള്ളത് ആ കൊട്ടകയിൽ തറയിലും ബെഞ്ചിലും ഒക്കെ ഇരുന്നിട്ടാണ്. ആ തറയിലിരുന്നും ബെഞ്ചിലിരുന്നും സിനിമ കാണുന്നത് പോലും ആ കാലഘട്ടത്തിലെ ഒരു സവിശേഷതയായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ ആ 2 ടാക്കീസുകൾ, ഒന്ന് പെരിഞ്ഞണം ദേവി എന്ന് പറയുന്ന ഈ സെക്കൻഡ് റൺ മലയാള സിനിമകളൊക്കെ വന്നിരുന്നത് ഈ പെരിഞ്ഞണം ദേവിയിലാണ്. അതുപോലെ തന്നെ മറ്റൊരു തിയേറ്റർ തേവർ എന്ന് പറയുന്ന, അതൊരു തമിഴ്നാട്ടുകാരനായ ഒരാളുടെ തിയേറ്ററായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് ഒരു പക്ഷേ തേവർ എന്ന പേര് വന്നത്. ഈ തേവർ ടാക്കീസിൽ മുഴുവൻ തമിഴ് സിനിമകളും ആ കാലഘട്ടത്തിൽ തെലുങ്ക് സിനിമകൾ തമിഴിലേക്കും മൊഴിമാറ്റിയിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഹിന്ദി സിനിമകളൊക്കെ. ഞാനങ്ങനെ ഈ തേവർ ടാക്കീസിൽ നിന്നാണ് ഒരുപാട് തമിഴും ഹിന്ദി സിനിമകൾ കണ്ടിട്ടുള്ളത്. അതായത് MGRൻ്റെയും തെലുങ്കിൽ നിന്ന് മൊഴിമാറ്റി NT രാമറാവുവിൻ്റെയൊക്കെ സിനിമകൾ, അതുപോലെ തന്നെ ഹിന്ദിയിൽ അക്കാലത്ത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ദോസ്തി പോലുള്ള സിനിമകൾ, മുഗളി ആസാം, അത്തരം സിനിമകളൊക്കെ തന്നെ ദിലീപ് കുമാറിൻ്റെയും രാജ് കപൂറിൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ ഈ തേവർ ടാക്കീസിൽ. അപ്പോൾ ആ തേവർ ടാക്കീസിൻ്റെയും ദേവി ടാക്കീസിൻ്റെയൊക്കെ നിലത്തിരുന്ന് സിനിമ കണ്ട ഒരു സംസ്കാരം, ആ സംസ്കാരം ഉൾക്കൊണ്ട് ആ പ്രൊജക്ടറിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുക, ആ പ്രൊജക്ടറിൻ്റെ ശബ്ദം പോലും നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നോട്ടീസ്, പാട്ടുപുസ്തകം അന്നത്തെ ഒരു ഹരമായിരുന്നു. പാട്ടുപുസ്തകത്തിൽ കഥാസാരം ഉണ്ടാവും. ആ കഥാസാരം നമുക്ക് എല്ലാവർക്കും അറിയാം. വായിച്ച് കുറേ എത്തുമ്പോൾ കഥ പെട്ടെന്ന് നിർത്തിയിട്ട് ശേഷം സ്ക്രീനിൽ അല്ലെങ്കിൽ ബാക്കി വെള്ളിത്തിരയിൽ എന്ന് പറയുമ്പോൾ അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് വലിയ നിരാശ ഉണ്ടാകുമായിരുന്നു, ബാക്കി കഥ അറിഞ്ഞിട്ട് സിനിമ കാണാനുള്ളൊരു കൗതുകം. അതുപോലെ പാട്ടുപുസ്തകത്തിലെ പാട്ടുകൾ, നോട്ടീസ്, പിന്നെ ഈവൻ ഇടവേളയിലുള്ള കപ്പലണ്ടി, ഈ കടലാസ് പൊതിയിലുള്ള കപ്പലണ്ടി പോലും അതിൻ്റെയൊക്കെ ഓർമ്മകൾ വലിയ നൊസ്റ്റാൾജിയായിട്ട് ഇന്നും മനസ്സിലുണ്ട്. എല്ലാവർക്കും അത്തരം ഓർമ്മകൾ പറയാനുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു കൊട്ടക സംസ്കാരത്തിൽ നിന്ന് സിനിമയുടെ തിയേറ്ററിലെ കാഴ്ചകൾ മാറി മാറി മൾട്ടിപ്ലക്സിലേക്ക് എത്തി. ഈ മൾട്ടിപ്ലക്സ് അതിൻ്റെ ഒരു സംസ്കാരം വന്നപ്പോൾ സിനിമ വളരെയധികം ലക്ഷറിയായി, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അതിൻ്റെ സാങ്കേതിക മികവോടുകൂടി സിനിമ കാണുന്നൊരവസ്ഥയുണ്ടായി. പിന്നെ സെല്ലുലോയിഡ് ഒരു പഴങ്കഥയായി മാറി, ആ പ്രൊജക്ടറിൻ്റെ ശബ്ദമൊക്കെ പഴങ്കഥയായി. ഇപ്പോൾ ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഫിലിം തുണ്ടുകളൊക്കെ സൂക്ഷിച്ചിരുന്നൊരു ബാല്യകാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്ന് സിനിമ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഈ കോവിഡ് കാലം മറ്റൊരു രീതിയിലുള്ളൊരു വലിയ പരീക്ഷണമായി കൂടി മാറുകയുണ്ടായി. സിനിമാ തിയേറ്ററുകൾ കഴിഞ്ഞ 8-9 മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. ലോകത്തെല്ലായിടത്തും സിനിമയില്ലാത്തൊരു കാലത്തിലൂടെ കടന്നുപോയി. കേരളത്തിൽ ഇന്നും സിനിമാ തിയേറ്ററുകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ തിയേറ്ററിലിരുന്ന് ആൾക്കൂട്ടത്തിൻ്റെ കല എന്നുള്ള രീതിയിൽ ആസ്വദിച്ചിരുന്ന സിനിമ ഓരോരുത്തർ അവരവരുടെ വീടുകളിലിരുന്ന് അവരുടെ മൊബൈലിലും ലാപ്ടോപ്പിലും കാണുന്ന കാഴ്ച ഒറ്റയാൾ തുരുത്തുകളിലേക്ക് മാറുന്നൊരവസ്ഥയുണ്ടായി. അവനവൻ്റെ കാഴ്ചയിലേക്ക് അവനവനിലേക്ക് ഒതുങ്ങുന്ന ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും പല കാരണങ്ങളാൽ അവനവനിലേക്ക് ഒതുങ്ങിയപ്പോഴും കാഴ്ചയുടെ ശീലവും അവനവനിലേക്ക് ഒതുങ്ങുകയും ഒറ്റയ്ക്ക് സിനിമ കാണുന്നൊരവസ്ഥയിലേക്കും എത്തുകയുണ്ടായി. അത് നല്ല പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഞാനതിനോട് അനുകൂലിക്കുന്ന ഒരാളല്ല. കാരണം ഈ കലാരൂപം ഉണ്ടായ കാലം മുതൽ അത് ആൾക്കൂട്ടത്തിൻ്റെ കല എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിലൂടെ ഉണ്ടായി വരുന്ന ഒരു ആൾക്കൂട്ട കാഴ്ചയിലൂടെ ഉണ്ടാകുന്ന ഒരു സംസ്കാരമുണ്ട്. പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കുക, തൊട്ടടുത്തിരിക്കുന്നവൻ്റെ മാനസിക വ്യാപാരങ്ങൾ പോലും സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ മാനസികമായിട്ടുള്ള അനുഭൂതികൾ പോലും നമ്മളെയൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ സ്വാധീനിക്കും. പുറത്തിറങ്ങിയ സിനിമയുടെ കാഴ്ചകൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ആ സുവർണകാലം തിരിച്ചു തന്നെ വരേണ്ടതുണ്ട്. നമ്മൾ ഏത് OTT പ്ലാറ്റ്ഫോമും മറ്റെന്ത് പേഴ്സണൽ കാഴ്ചകളിലേക്കും സിനിമ ഒതുങ്ങിയാലും കാഴ്ചയുടെ സുഖം എന്ന് പറയുന്നത്, അതിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് തീർച്ചയായും ആൾക്കൂട്ടം ഒരുമിച്ച് ആസ്വദിക്കുന്നത് തന്നെയാണ്. ആ കാലം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ പരിപാടിയിൽ ഇങ്ങനെ കുറച്ചു നേരം സംസാരിക്കാൻ അവസരം തന്ന ചാവറ കൾച്ചറൽ സെൻറ്ററിന് എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഒരു പറ്റം തൊഴിലാളികൾ അവർ കട്ടാമ്പാരകളും മറ്റുമേന്തി ഒരു മതിൽ ഇടിച്ച് നിരത്തി അവിടെ നിരപ്പാക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. ശ്രമഫലമായി അധ്വാനഫലമായി മതിൽ പൊളിച്ച്
താഴെ കഷ്ണങ്ങൾ അടർന്ന് വീണ് അവ കൂടി വാരിക്കഴിഞ്ഞാൽ അതൊരു സമതലമായി. അവിടം വരെ ചിത്രീകരിച്ച ക്യാമറയുടെ പുറകിൽ നിർദ്ദേശം നൽകുന്ന ചിത്രകാരൻ ഒരു കുസൃതി കൂടി കാണിച്ചു. അവിടം വരെയുള്ള ഫ്രെയിമുകൾ റിവേഴ്സൽ ഓർഡറിൽ ഒന്നുകൂടി സ്ക്രീൻ ചെയ്തു. അപ്പോൾ താഴെ വീണ് കിടക്കുന്ന ശകലങ്ങൾ മെല്ലെ മെല്ലെ ഉണർന്നെഴുന്നേറ്റ് പൂർവ്വസ്ഥിതത്തോട് ചേരുകയും ഏറ്റവും ഒടുവിൽ ഇടിച്ച് തകർത്ത് കളഞ്ഞ മതിൽ പൂർവ്വരൂപം പ്രാപിക്കുകയും അവിടെ നിന്ന് കട്ടാമ്പാരയും മറ്റും പിക്കാസുമൊക്കെ വലിച്ചൂരിക്കൊണ്ട് ഈ തൊഴിലാളികൾ തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്ന അന്നത്തെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അമ്പരപ്പിക്കുന്ന ഒരു ദൃശ്യത്തിൻ്റെ പ്രദർശനത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു. സിനിമ എന്ന് പറയുന്ന മാധ്യമം പിന്നീട് കൈവരിക്കാനിരിക്കുന്ന ഒരുപാട് അത്ഭുതകരങ്ങളായ സാധ്യതകളിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടം. സിനിമ എനിക്ക് എന്നും അത്ഭുതമാണ്. 125 വർഷം മുൻപ് ഇതേ ദിവസം സിനിമ ജനിച്ചു, അല്ലെങ്കിൽ ആദ്യമായി ജനങ്ങൾ സിനിമ കണ്ടു എന്ന ഒരു അത്ഭുതം ഇന്നും ബാക്കിയാവുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ സിനിമയുടെ ചരിത്രമല്ല പ്രധാനം, സിനിമ എങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വന്നു എന്നതാണ് പ്രധാനം. സാധാരണ കുട്ടിക്കാലത്ത് എവിടെ നിന്നോ ഒരു ഫിലിമിൻ്റെ ഒരു തുണ്ട്, അത് വെളിച്ചക്കീറ് ഒരു ബൾബിൽ നിറച്ച വെള്ളത്തിലൂടെ ഒരു ലെൻസിലൂടെ വീടിൻ്റെ അകത്തുള്ള ഏതോ മുറിയിൽ പ്രദർശിപ്പിച്ച് കണ്ടപ്പോൾ കണ്ട അത്ഭുതം അതിന്നും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഒരു സിനിമാ പരസ്യ പിടിവണ്ടി വീടിൻ്റെ അടുത്തൂടെ ചെണ്ട കൊട്ടി പോയപ്പോൾ അവരെറിഞ്ഞു തന്ന ഒരു നോട്ടീസ്, അത് കുട്ടികളുമായി മൽപ്പിടിച്ച് തുണ്ടുകളായി ചേർത്ത് വായിച്ചപ്പോൾ കഥാസാരം മനസ്സിലേക്ക് വന്നപ്പോഴുണ്ടായ അത്ഭുതം. വീട്ടിലെ പാചകക്കാരൻ ഏതോ സിനിമയുടെ കഥ അരി അരയ്ക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു തന്നത്, ഓരോ രംഗങ്ങളും മനോഹരമായി കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളോട് ചേർത്ത് പറഞ്ഞു തന്നത്, പിന്നീട് റേഡിയോയിൽ കൂടെ കേട്ട സിനിമാ ഗാനങ്ങൾ, റേഡിയോയിൽ കൂടെ കേട്ട ശബ്ദരേഖ, ഇങ്ങനെ പലതിലൂടെയാണ് സിനിമ എൻ്റെ മനസ്സിലോട്ട് ഓർമ്മയിലോട്ട് ആദ്യം കയറി വരുന്നത്. പിന്നീട് ഏതോ സിനിമാ കൊട്ടകയിൽ ഇരുണ്ട വെളിച്ചത്തിൽ മുകളിൽ മുഴുവൻ കൊച്ചു കൊച്ചു മങ്ങിയ വെളിച്ചങ്ങളും ആൾക്കാർ കടലിൽ നിന്നിട്ട് വീറ്റുവാക്കി മാറ്റി മുകളിൽ തറച്ചു നിൽക്കുന്ന അലങ്കാരങ്ങളും പാട്ടുപുസ്തകവും നാരങ്ങാവെള്ളവും ഒക്കെ ആയിട്ട് ആ അന്തരീക്ഷമാണ് സിനിമയുടെ കൂടെ മനസ്സിലോട്ട് വന്ന് കയറിയത്. ആദ്യം കണ്ട സിനിമ ഏതെന്ന് ഓർമ്മയില്ല, ഏതോ ഒരു തെലുങ്ക് ചിത്രമാണെന്നാണ്, അല്ലെങ്കിൽ തമിഴ് ചിത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. പകുതി ഉറങ്ങിയും ഉണർന്നും കണ്ട ആ രാത്രി ഏതോ രാജാവിൻ്റെ കഥയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. രാജാവിനെ ചതിച്ച മന്ത്രിയും ആ മന്ത്രിയും രാജാവും തമ്മിലുള്ള അവസാന സംഘട്ടന രംഗം, രാജാവ് തീയിലേക്ക് വീഴാൻ പോകുന്ന അവസാന നിമിഷത്തിൽ തിരിച്ചു കയറി മന്ത്രിയെ തീയിലേക്കിട്ട് വിജയിക്കുന്ന രാജാവിൻ്റെ കഥ എൻ്റെ മനസ്സിൽ ഒരുപാട് കാലം നിറഞ്ഞു നിന്നിരുന്നു. പിന്നീട് MGRും പ്രേം നസീറും കുട്ടികളുടെ കൂടെ ഞങ്ങളും അവരെ അനുകരിച്ച് സിനിമ ഹൃദയത്തിൻ്റെ ഭാഷയായി മാറി, അത്ഭുതമായി മാറി. 125 വർഷം കഴിഞ്ഞ് ഇന്നും എൻ്റെ മനസ്സിൽ സിനിമ അത്ഭുതം തന്നെയാണ്. ഓരോ ദിവസവും ഓരോ സിനിമയും അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്ത 40-ൽ പരം സിനിമയുണ്ടെങ്കിലും ഒന്നും എൻ്റെ ആദ്യ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി എപ്പോഴോ ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയാണ് എൻ്റെ ആദ്യ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സിനിമ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. 125 വർഷം മുൻപ് ഇരുണ്ട ഒരു മുറിയിൽ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ട സിനിമ ഇന്നും വളർന്നുകൊണ്ട് അത്ഭുതം പോലെ തന്നെ അത്ഭുതമായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ടെക്നോളജിയിലുണ്ടായ മാറ്റം, ഏതു തരത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴും സിനിമയുടെ മനുഷ്യനിലേക്ക് സംവേദിക്കുന്ന സിനിമയുടെ അംശം അത് നിലനിൽക്കുന്നു, അത്ഭുതമായി നിലനിൽക്കുന്നു, ആകാംക്ഷയായി നിലനിൽക്കുന്നു. ഏത് കാലത്തും ഏത് ടെക്നോളജിയിലും ഏത് രൂപത്തിലും നിറമുള്ളതും നിറമില്ലാതെയും സംസാരിച്ചും സംസാരമുള്ളതും സ്പെക്ടാക്കുലർ വിഷ്വൽസായിട്ടും
ഏത് രീതിയിൽ സിനിമ വന്നാലും സിനിമ തന്നെയാണ്. മനസ്സിൽ അവശേഷിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. സിനിമ ഇല്ലാതെ ഒരുപക്ഷെ ഒരു ഭാരതീയന് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യകാലം മുഴുവൻ ഉടക്കിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മകളായി, നൊസ്റ്റാൾജികളായി അവശേഷിക്കുന്നത് സിനിമാ ഗാനങ്ങളിലൂടെയും അവൻ്റെ ജീവിതത്തിൽ കണ്ട സിനിമകളുടെയും സിനിമാ രംഗങ്ങളിലൂടെയും തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സിനിമ ഒരു ക്ലാസിക്കായി മാറുന്നത് പിൽക്കാലത്താണ്. എനിക്ക് ബൈസിക്കിൾ തീവ്സും, റാഷമോണും, വെർജിൻ സ്പ്രിങ്ങും, പഥർ പാഞ്ചാലിയും കാണുന്ന നിമിഷം വരെ സിനിമ എനിക്ക് ഏറ്റവും വലിയ ഉത്സവഛായയുള്ള അന്തരീക്ഷമായിരുന്നു. MGRും റംനസറും ഉൾപ്പെടുന്ന ഒരുപാട് നായകന്മാരുടെ ഏറ്റവും സുന്ദരമായ, ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന മനോഹരമായ അനുഭൂതിയായിരുന്നു സിനിമ. അതിനുശേഷം ബൈസിക്കിൾ തീവ്സ് കണ്ടതിന് ശേഷമാണ് സിനിമ ചിന്തയായി മാറിയത്. അവിടെ തൊട്ട് സിനിമ ഇതല്ലാതെ മറ്റേതോ ഒരു സിനിമാ ലോകമുണ്ടെന്നോ, അതിന് പാരലൽ സിനിമയെന്നോ, നിയോ റിയലിസ്റ്റിക് സിനിമയെന്നോ, മറ്റേതോ തരത്തിലുള്ള പരീക്ഷണ സിനിമയെന്നോ ഒക്കെ പേര് വിളിച്ചെങ്കിലും ആ സിനിമകളൊക്കെ മനസ്സിൽ ജീവിതത്തിലോട്ട് നമ്മൾ ആയിത്തീരണം, നമ്മൾ ചെയ്യണം എന്നാഗ്രഹിച്ച ഒരു സിനിമ അന്തരീക്ഷത്തെയാണ് സൃഷ്ടിച്ചത്. പിന്നീട് ഇൻസിഡൻ്റ് അറ്റ് ഓൾ ക്രീക്കും നമ്മളെ മനസ്സിനെ വല്ലാതെ ഇന്നും ഹോണ്ട് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ സിനിമയായ ഇൻസിഡൻ്റ് അറ്റ് ഓൾ ക്രീക്ക് നമ്മളെ അത്ഭുതമായി ഇന്നും ഹോണ്ട് ചെയ്യുന്നു. പുതിയ തലമുറയോട് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്ന സിനിമകൾ, ക്ലാസിക്കുകൾ ഇന്നും ബൈസിക്കിൾ തീവ്സും, റാഷമോണും, വെർജിൻ സ്പ്രിങ്ങും, പഥാർ പാഞ്ചാലിയും, ഇൻസിഡൻ്റ് അറ്റ് ഓൾ ക്രീക്കും മാത്രമായി നിലനിൽക്കുന്ന എന്തുകൊണ്ട് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ശബ്ദമില്ലാത്ത ബാറ്റിൽ ഷിപ്പ് പൊട്ടങ്കിൻ ഇന്നും എന്തുകൊണ്ടാണ് അത്ഭുതമായി മാറുന്നത്? എവിടെയൊക്കെയോ അത്ഭുതങ്ങളെ ഒളിപ്പിച്ചു വെച്ച് പുതിയ തലമുറയും സിനിമ ചെയ്യുമ്പോൾ, ഓരോ സിനിമകളും അത്ഭുതമായി മാറുമ്പോൾ, സാങ്കേതികത അല്ലെങ്കിൽ സാങ്കേതിക വശം എന്ന് പറയുന്നത് സിനിമയുടെ സെക്കൻഡറി പാർട്ടാണ്. സിനിമ ഏത് രൂപത്തിൽ കാണിച്ചാലും അത്ഭുതമായി നമ്മളുടെ മനസ്സിലേക്ക് അവശേഷിക്കുന്നു. ഈ അത്ഭുതമായി അവശേഷിപ്പിക്കേണ്ട സിനിമയുടെ നമുക്കറിയില്ലാത്ത അത്ഭുതകരമായ, ഏതോ മാസ്മരിക ശക്തിയുള്ള, നിഗൂഢത നിറഞ്ഞ, അല്ലെങ്കിൽ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു രഹസ്യം സിനിമയിൽ ഇന്ന് ഒളിച്ചിരിക്കുന്നു. കാലങ്ങളെ അതിജീവിച്ച് വീണ്ടും സിനിമ സഞ്ചാരം തുടങ്ങുകയാണ്. ഞാനും സിനിമ സ്വപ്നം കണ്ട് വീണ്ടും സ്വപ്നം കാണുന്നു. കൊഴിഞ്ഞ് ഈ ജീവിതം അവസാനിച്ചോ തിരിച്ചു പോകുമ്പോഴും എവിടെയോ അവസാനമായി അവശേഷിക്കുന്നത് ഒരുപക്ഷെ ഒരു സിനിമയായിരിക്കും. ആ സിനിമ എൻ്റെ ആദ്യത്തെ സിനിമ ആവണം. ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മകളെയും അല്ലെങ്കിൽ അത്ഭുതങ്ങളെയും കൂടെ ചേർക്കുന്ന ഒരു സിനിമയാവണം. സിനിമ അത്ഭുതമായി അവശേഷിക്കും. കാലം കഴിഞ്ഞാലും, ഇനി എത്ര കാലം കഴിഞ്ഞാലും സിനിമ അത്ഭുതം തന്നെയായിരിക്കും. 1895 ഡിസംബർ മാസം 28 പാരീസിലെ ഗ്രാൻഡ് കഫേ ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റിലുള്ള ഹാള് ഇന്ത്യ സലൂൺ, അവിടെ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം നടന്നുവല്ലോ. അന്നവിടെ ഏതാനും ലഘുചിത്രങ്ങളുടെ ഒരു പാക്കേജാണ് ലൂമിയർ കുടുംബം പ്രദർശിപ്പിച്ചത്. അതിലെ ആദ്യ ചിത്രങ്ങളിലൊന്ന് വർക്കേഴ്സ് കമ്മിങ് ഔട്ട് ഓഫ് ഫാക്ടറി എന്നുള്ളതാണ്. ലൂമിയറിൻ്റെ കുടുംബ വ്യാപാരം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കർമ്മ മേഖലയായിരുന്നു. അവിടുത്തെ ജീവനക്കാർ ജോലി സമയം കഴിയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് താങ്കളുടെ വീടുകളിലേക്ക് പോകാനായി ഇറങ്ങി വരുന്ന ദൃശ്യമാണ് അവരുടെ ചലനങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് അന്ന് അവിടെ ഷൂട്ട് ചെയ്തത്. ഇത് ക്യാമറ ട്രിക്ക് എന്നുള്ള ആരോപണമൊക്കെ വന്നാൽ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതിൻ്റെ എലിവേഷൻ കൃത്യതയോടുകൂടി തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു നായയെ ഈ ഇറങ്ങി വരുന്ന ആളുകൾക്കിടയിലൂടെ ഓടിച്ചിരുന്നു. ദൃശ്യം ഇന്ന് നമുക്ക് വളരെ സർവ്വസാധാരണമായി തോന്നാമെങ്കിലും അന്ന് അങ്ങനെയൊരു ചലനം വെള്ളിത്തിരയിൽ കാണുക എന്ന് പറയുന്നത് മഹാത്ഭുതമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ സിനിമ കുടുംബത്തിലെ ആൾക്കാർ, സിനിമയുടെ സ്നേഹിതർ, സിനിമ വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളെ, 125 വർഷം
പിന്നിടുന്ന സിനിമയുടെ ചരിത്രത്തിനെ നമ്മൾ ഓരോരുത്തർക്കുമായി ഓർമ്മിപ്പിക്കാൻ, അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ, അതിനെ ഒരു ആഘോഷമാക്കുവാനായിട്ട് ഇത്തരത്തിൽ സാധിച്ചത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നമ്മുടെ ജോൺ പോൾ എന്ന ജോണങ്കിളിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന, സിനിമയുടെ ഒരു വളർച്ചയെ മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു വെബിനാർ നടത്തുവാനായിട്ട് ഒക്കെ ഇതുമൂലം സാധിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ തന്നെ 1895 പാരീസിൽ നടന്ന പ്രദർശനം, ലൂമിയർ ബ്രദേഴ്സിൻ്റെ സിനിമ കണ്ട് സിനിമാ തിയേറ്ററിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി ഓടിയത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സിനിമ എന്നുള്ളതൊരു പരീക്ഷണ ലാബിൽ നിന്ന് തുടങ്ങി സിനിമയെ വിസ്മയമാക്കി മാറ്റി ലോകത്തിലെ ഏറ്റവും അധികം കൂടുതൽ ആൾക്കാർ ആസ്വദിക്കുന്ന ഒരു കലാരൂപമാക്കി മാറ്റിയത് ഈ കഴിഞ്ഞ കാലങ്ങളിലാണ്. ആ കാലത്തൊക്കെ നമുക്കറിയാം, നാടകങ്ങളുടെ ഒരു വലിയ സ്വാധീനം ജനസമൂഹത്തിൽ ഉണ്ടായിരുന്നു. നാടകങ്ങളും ഒപ്പേറകളും ഒക്കെ കാണുവാനായിട്ടുള്ള വലിയ സാഹചര്യങ്ങളും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ശില്പികളായ നാടകകൃത്തുക്കൾ, എഴുത്തുകാർ ഒക്കെ ആ കാലയളവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് പ്രത്യേകം അറിയാവുന്നതാണ്. ലോകത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയം പലപ്പോഴും കലങ്ങി മറിഞ്ഞ് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സിനിമയുടെ ജനനം എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ ഒരു കൗതുകം പോലെ കാണിക്കുവാനായിട്ട് ഒരു പരീക്ഷണത്തിൻ്റെ ഒരു വിജയം പോലെ തുടങ്ങി. അതിൽ നിന്ന് ഏതാണ്ട് ആദ്യ സിനിമയുടെ പ്രദർശനം വേണ്ട 16 ഫ്രെയിംസിൽ ആയിരുന്നു. അത് ആ ഫ്രെയിംസിൻ്റെ തന്നെ ഒരു 24 ഫ്രെയിംസിലേക്കൊക്കെ എത്തുവാനായിട്ട് പിന്നീട് ഉള്ള പരീക്ഷണങ്ങളുടെ ഘട്ടമായിട്ടാണ് നമ്മുടെ അതിന് സാധിച്ചത്. 40 ഫ്രെയിംസിലും ഒക്കെ ആയിരുന്നു ആദ്യ സിനിമകളുടെ പ്രദർശനങ്ങളൊക്കെ. 1896 ഏതാണ്ട് ഒരു വർഷത്തിന് ഉള്ളിൽ തന്നെ ബോംബെയിലെ വാട്സൺ റെസ്റ്റോറൻറ്റിൽ, ഹോട്ടലിൽ സിനിമ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു ഉത്സാഹം അന്ന് തന്നെ ഭാരതീയരായ ആൾക്കാർ കാണിച്ചു എന്ന് പറയുന്നതിന്, സിനിമ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സിനിമയുടെ പ്രദർശനം ഉണ്ടായി എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പിന്നീട് സിനിമയായി ഭാരതത്തിൻ്റെ മാത്രമായ സിനിമയായിട്ട് വളരുന്നത് 1913 ദാദാ സാഹബ് ഫാൽക്കെയുടെ രാജ ഹരിചന്ദ്ര. അപ്പോൾ അതുണ്ടാകുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കിൻ്റെ ലോകത്തിലെ വിപ്ലവകരമായ സിനിമയുടെ പരീക്ഷണങ്ങൾ പിന്നീട് അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം എനിക്ക് സ്വാധീനമായി തോന്നിയിട്ടുള്ളതും ഞാൻ എന്നും പറയുവാൻ ഇഷ്ടപ്പെടുവാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സെർഗി ഐസൻസ്റ്റീനെ കുറിച്ചാണ്. പുഡോഫ്കിനും ഐസൻസ്റ്റീനുമൊക്കെ സിനിമയെ വളരെ അർത്ഥതലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി വേണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് ഉണ്ടായിട്ടുള്ള സാഹിത്യത്തിലൊക്കെ ആണെങ്കിലും റഷ്യയുടെ ഒരു വലിയ സ്വാധീനം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പം റഷ്യയിലെ ഒരു വിപ്ലവകരമായ ആശയങ്ങൾ, രാഷ്ട്രീയമായ അന്തരീക്ഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള ക്ലാസിക്കുകളൊക്കെ ലോകത്തിനെ ആകമാനം സ്വാധീനിച്ചു എന്നുള്ളത് വളരെ എടുത്ത് നമുക്ക് ചിന്തിക്കേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക ക്ലാസിക്കുകളായിട്ടുള്ള അതൊക്കെയും ആ കാലഘട്ടത്തിലുണ്ടായതും ഒക്കെയും സാഹിത്യത്തിൻ്റെ ചുവട് വെച്ചിട്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഈ അടിസ്ഥാനത്തിലുണ്ടായ ഫ്രെയിമുകൾ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം ആണ് കാണുന്നതെങ്കിൽ പോലും ഒരു ഓടി വരുന്ന ട്രെയിൻ കണ്ടിട്ട് ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ അപ്പം യാഥാർത്ഥ്യത്തിന് റിയലിസത്തിനെ അറിയായിരുന്നു. അന്ന് നാടകങ്ങൾ കണ്ടിട്ട് നാടകങ്ങൾ ഒരു നിശ്ചിത അകലം സൂക്ഷിക്കുകയും അതിൻ്റെ എല്ലാ കാഴ്ചകളും ഓരോരുത്തർക്കും വ്യത്യസ്തമാകുമായിരുന്നു. അത് മുൻനിരയിലിരിക്കുന്ന ഒരാൾക്കും പിൻനിരയിലിരിക്കുന്ന ഒരാൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നില്ല നാടകത്തിൻ്റെ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം തന്നെ ശബ്ദവിന്യാസങ്ങളൊക്കെ ഇന്ന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പം അത്തരത്തിൽ ഉള്ള ഒരു കലാരൂപം ആസ്വദിച്ചു കൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ആ കാഴ്ചക്കാരുടെ ഇടയിലേക്ക് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ കുറേ കൂടെ യാഥാർത്ഥ്യങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ അത്തരം കാര്യങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻ്റ്. സർക്കസ്, ട്രെയിന്, വണ്ടികൾ എന്നൊക്കെ പറയുന്ന പോലുള്ള രൂപങ്ങളിൽ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന അതൊരു അങ്ങനെ ഒരു പ്രതിബിംബത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തിരുന്ന ആൾക്കാരുടെ ഇടയിൽ വലിയ വിസ്മയമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനുശേഷമാണ് ഈ എഡിസൻ്റെ ഒക്കെ കാലത്തിലേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് സിനിമയുടെ ദൃശ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു എഡിറ്റ്, ഒരു ദൃശ്യവും അടുത്ത ദൃശ്യവും തമ്മിൽ ഉണ്ടാകുമ്പോൾ രണ്ട് വ്യത്യസ്തമായ ദൃശ്യങ്ങൾ രണ്ട് വ്യത്യസ്തമായ ഇടങ്ങളിൽ എടുത്തതാണെങ്കിൽ പോലും അത് തമ്മിൽ ഒരു അന്തർലീനമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു ഭിക്ഷയാചിക്കുന്ന അല്ലെങ്കിൽ ഒരു ശൂന്യമായ ഒരു പാത്രവും ഒരു ദയനീയമായ ഒരാളുടെ മുഖവും ഒക്കെ തമ്മിൽ അടുത്തടുത്ത് യോജിപ്പിക്കുമ്പോൾ ഇയാളുടെ വിശപ്പിനെക്കുറിച്ചും ഇയാളുടെ ഇല്ലായ്മയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറ്റും. ഇത് ഒരു തേർഡ് തിയറിയാണ്, ഭയങ്കര ഒരു സൈക്കോളജി. അപ്പോൾ ഈ കലാരൂപത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു മനുഷ്യരുടെ ഒരു മാനസിക ശാസ്ത്രം ഉടലെടുക്കുന്നു. മനസ്സിനെ ഈ പ്രേക്ഷകനിൽ, ഇത് കാണുന്ന കാഴ്ചക്കാരനിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ബിംബങ്ങളുടെ ഒരു കൊളാഷ് കൊണ്ട് അല്ലെ ബിംബങ്ങളുടെ ഒരു പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രകമ്പനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു തലം അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ അവൻ്റെ ഇമോഷനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അങ്ങനെയാണ് ഒരു കഥ പറച്ചിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനിലേക്കൊക്കെ ഈ സിനിമ ഗ്രാജുവലി വളരും. അതിന് ഏറ്റവും അധികം സ്വാധീനിച്ച അല്ലെങ്കിൽ സംഭാവന നൽകിയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഐസൻസ്റ്റീൻ എന്ന് പറയുന്ന സംവിധായകനാണ്. ഫുഡ് ഓഫ് കിനും ഓഫ് കോഴ്സ്. ഐസൻസ്റ്റീൻ്റെ സിനിമയെക്കുറിച്ച് ഞാൻ എന്നും പറയും, ലോകം ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുത്തുന്നോളം കാലം എല്ലാ ആൾക്കാരും ഐസൻസ്റ്റീൻ്റെ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന സിനിമ കാണണം എന്ന് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കാഴ്ച എന്ന സിനിമയിൽ ഞാൻ പൊട്ടംകിൻ്റെ ഒഡേസ സ്റ്റെപ്സിലെ കുറിച്ച് അതൊരു സാമൂഹ്യ ചരിത്രം കൂടിയാണ്. ഒഡേസ പടവുകളിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ, വെടിവയ്പ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് ഉണ്ടാകുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ചിത്രം എന്നുള്ള രീതിയിൽ അതിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പം തന്നെ എഡിറ്റിംഗ് എത്രത്തോളം വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ, സ്ഫോടനാത്മകമാക്കാമെന്നൊക്കെ പറയാനായിട്ട് ആ കാലത്ത് ആ നിശബ്ദ ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പലപ്പോഴും നോക്കിയറിയാം, ഈ നിശബ്ദ ചിത്രങ്ങൾ ഒരുപാട് ലോക ക്ലാസിക്കുകളുടെ ഗണത്തിലുണ്ട്. ചാപ്ലിൻ്റെ സിനിമകൾ ഒക്കെയും നിശബ്ദമായ ചിത്രങ്ങൾ ആണ്. അപ്പം ഈ നിശബ്ദമായി സംസാരിക്കാൻ അപ്പം ആദ്യകാലങ്ങളിലൊക്കെ തിയേറ്ററിൽ കഥ പറയുന്ന ഒരാളൊരു ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരാൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പം അതും ആ ആളുടെ കഥ പറച്ചിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. അപ്പം ഇത് ഒന്നുമല്ലാതെ തന്നെ ദൃശ്യങ്ങളെ കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുള്ളതിൻ്റെ ഒരു പ്രായോഗിക വശം കൂടെ ചിലപ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ, അക്കാലത്തെ സംവിധായകർക്കും ഒക്കെ മനസ്സിൽ തോന്നിയിരിക്കാം.
അതുകൊണ്ടായിരിക്കാം ഇത്രയധികം വളരെയധികം സിനിമ സജീവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആ കാലത്തെ സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 18 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് സിനിമ വരുന്നത്. എന്തുകൊണ്ടോ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യകാല സിനിമകളൊക്കെ ഈ പുണ്യ പുരാണ ചിത്രങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ആ കാലത്തെ ഉള്ള ഈ ചിന്തകൾ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മളുടെ സാമൂഹികമായി എങ്ങനെയാണ് ആൾക്കാരെ അവിടെ ഒരു താല്പര്യം എന്ന് വെച്ചാൽ നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരുടെ അധിനിവേശവും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് അരാജകത്വങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 1913 നമുക്ക് ആദ്യമായിട്ട് രാജാ ഹരിചന്ദ്ര ഉണ്ടാകുന്നത്. പിന്നീട് സിനിമ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും നമ്മൾ സിനിമയുടെ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പിന്നിലല്ല. ലോക സിനിമയോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ അതിൻ്റെ കാഴ്ചയിലും ആസ്വാദനത്തിലും ഒക്കെ വളരെ തൊട്ട് പിന്നാലെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ സിനിമയുടെ ഒരു സാമൂഹ്യ വിഷയങ്ങളിലേക്കൊക്കെ വരുവാനായിട്ട് ഭാരതത്തിലെ സിനിമയ്ക്ക് അന്ന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോക സിനിമകളിൽ അന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ഭാരതത്തിലെ സിനിമയിൽ എന്തുകൊണ്ടോ അത്തരത്തിലുള്ള സവിശേഷതകൾ കണ്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. പക്ഷേ ലോകത്തിൽ ഇപ്പം ബുഡോഫ്കിൻ്റെ മദർ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ സിനിമ സഞ്ചരിക്കാൻ കഴിഞ്ഞത്. അപ്പം സിനിമ ഗ്രാജ്വലി ഒന്നിന് തൊട്ട് ഓരോ നിമിഷങ്ങളിലും സിനിമ ശാസ്ത്രീയമായി വളർന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു സിനിമ എന്തുകൊണ്ടോ ശാസ്ത്രീയമായ ഒരു ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് മാത്രമായിട്ട് മാറുന്നില്ല. കാരണം ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ആ അത്ഭുതത്തിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ നൂതനമായ വശങ്ങളിലേക്ക് നമുക്കറിയാം. ഇപ്പം 3D സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സിനിമകളിലേക്കൊക്കെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ സിനിമയിൽ നമ്മളെ കൊണ്ടുപോകുവാനായിട്ടുള്ള വലിയൊരു മാജിക്കുണ്ട്. ഒരു ഫ്രെയിമിൽ നിന്ന് അടുത്ത ഫ്രെയിമിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുന്ന ഒരു സ്ക്രീൻ പ്ലേക്ക് സ്ക്രിപ്റ്റിനുണ്ടാകുന്ന ഒരു രീതിയുണ്ട്. അത് കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ പകരുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ ഏതാണ്ട് 1 നൂറ്റാണ്ടിൻ്റെ പഴക്കം മാത്രമുള്ള ഈ സിനിമ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെടുന്ന ഒരു കലാരൂപമായിട്ട് മാറുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും ഗുണപരമായ ഒരുപാട് മുന്നേറ്റങ്ങൾ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും സിനിമ ഒരു ജനകീയമായി പ്രത്യേകിച്ച് തിയേറ്ററിൻ്റെ ചുവരുകൾക്കുള്ളിൽ നമ്മൾ ഇരുട്ടിൽ തനിച്ചാക്കപ്പെടുന്ന ഒരാൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മളെ തനിച്ചാക്കുന്ന തരത്തിലുള്ള വലിയൊരു മാജിക് സിനിമയ്ക്കുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു 2 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ നിങ്ങളെ അകപ്പെടുത്തുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവമായി ഷെയർ ചെയ്യുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഒക്കെ കലാകാരന് സാധിക്കുന്നു എന്നുണ്ട്. അറിയാതെ നിങ്ങളുടെ ചുണ്ടുകളിൽ അറിയാതെ നിങ്ങൾ സന്തോഷിക്കുന്നു, കണ്ണുകളിൽ നനവുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്ന സിനിമയ്ക്ക് മാത്രം കഴിയുന്ന അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സിനിമ 125 വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ സിനിമയുടെ വളർച്ച വരും തലമുറയിലുണ്ടാകും. അതിനോട് തൊട്ട് അടുത്ത് തന്നെ ഇന്ത്യൻ സിനിമയുണ്ടാകും. ഒരു പടി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടെ മലയാള സിനിമ ഉണ്ടാകും എന്ന് പറയുന്നത് ഈ 125 വർഷങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ നേടിയെടുക്കാൻ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൽ ഒരു ചെറിയ ഒരു വിദ്യാർത്ഥിയാകുവാനായിട്ട്
അതിൻ്റെ കൂടെ സഞ്ചരിക്കുവാനായിട്ടൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്ന് പറയുന്നതും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഈ 125 വയസ്സുള്ള നമ്മുടെ സിനിമയ്ക്ക് കൂടുതൽ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ദീർഘായുസ് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്നേഹപൂർവ്വം ബ്ലസ്സി. ലൂമിയർ ബ്രദേഴ്സ് അന്ന് പ്രദർശിപ്പിച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ചിത്രം അറൈവൽ ഓഫ് ദ ട്രെയിൻ എന്ന ചിത്രമാണ്. റെയിൽപാളത്തിലൂടെ ഇരമ്പിപ്പാഞ്ഞുകൊണ്ട് കടന്നു വരുന്ന കൽക്കരി എഞ്ചിൻ്റെ പുകതുപ്പുന്ന തീവണ്ടി അത് ക്യാമറയുടെ നേർക്ക് കുതിച്ചു വരുമ്പോൾ ക്യാമറയുടെ നേർക്ക് വരുന്നതെല്ലാം പ്രേക്ഷകൻ്റെ നേർക്ക് വരുന്നതായി അനുഭവപ്പെടുന്നു. ആദ്യ അനുഭവമായിരുന്നു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത്. അതെങ്ങാനും നിൽക്കാതെ തങ്ങളുടെ നെഞ്ചത്തേക്ക് കൂടെ കയറി ഇറങ്ങിയാലോ ഒന്ന് ഭീതിപ്പെട്ട് അതിൻ്റെ ആദ്യ പാദം കണ്ടു കഴിഞ്ഞ ഒരുപാട് പേര് ഇറങ്ങി മുൻനിരയിൽ നിന്ന് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തും. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ മുഴുവൻ അത്തരം കൗതുകകരങ്ങളായ വാർത്തകളായിരുന്നു. ഗർഭിണിയായ ഒരു സ്ത്രീ മൊഹാലസ്യപ്പെട്ട് വീണുപോലും. സിനിമ എന്ന ഒരു കലാമാധ്യമത്തിന് വെള്ളിത്തിരയിൽ കാണിക്കാൻ കഴിയുന്ന ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ കൊണ്ട് കാഴ്ചക്കാരൻ്റെ മനസ്സിലും ഉദ്വേഗത്തിൻ്റെ പെരുമ്പറ മുഴങ്ങുവാൻ ഇടവരുത്താൻ കഴിയും എന്ന് ഒരു സിദ്ധി കൂടി ഉള്ളതായി കണ്ടെത്തപ്പെടുകയായിരുന്നു ഇതിലൂടെ. സിനിമയുടെ 100ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ 1995 ഡിസംബർ മാസം ഈ രംഗം ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറ അതേ റെയിൽവേ സ്റ്റേഷനിൽ പോയി ആ കാലഘട്ടത്തിലെ വിശ്രുതരായ 50 ചലച്ചിത്രകാരന്മാർ ഓരോ മിനിറ്റ് ദൈർഘ്യം വരുന്ന അറൈവൽ ഓഫ് ദ ട്രെയിൻ വീണ്ടും പുനർചിത്രീകരിച്ച് അതിൻ്റെ ഒരു പാക്കേജ് ഇറക്കിക്കൊണ്ടാണ് സിനിമയുടെ 100ാം വർഷത്തിൻ്റെ ആഘോഷം അന്ന് കൊണ്ടാടിയത്. ഇന്ന് നമ്മൾ ആ നിമിഷങ്ങളെ ഏവറക്കിക്കൊണ്ട് ഈ കൊറോണയുടെ സങ്കീർണങ്ങളായ പശ്ചാത്തലത്തിൽ മറ്റാഘോഷത്തിന് മുതിരാൻ നിർവാഹമില്ലാതെ നമ്മൾ 125ാം പിറന്നാൾ ആഘോഷിക്കും. നമസ്കാരം. ഹാപ്പി ബർത്ത്ഡേ സിനിമ. ഒരുപക്ഷെ ഏതൊരു സംവിധായകനേക്കാളും ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത് ഞാനായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് ലൂമിയർ ബ്രദേഴ്സിൽ വെളിച്ചം വിതറിക്കൊണ്ടാണ്. തോമസ് ആൽവ എഡിസൻ്റെയും ഒക്കെ ഒരു പിക്ചർ വെച്ചിട്ടാണ് ആദ്യ സിനിമ എനിക്ക് തുടങ്ങാൻ സാധിച്ചത്. അതിൻ്റെ ടൈറ്റിലിംഗ് വരുന്നത് തന്നെ ഒരു ക്യാമറയുടെ അകത്തു നിന്നാണ്. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് സിനിമയോടുള്ള ഭയങ്കരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെയായിരുന്നു. ഒരു ഫിലിം മേക്കർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നടന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലൂമിയർ ബ്രദേഴ്സും ഈ പറയുന്ന പോലെ ആദ്യമായി തീവണ്ടി ഓടി വന്നതും ജനങ്ങൾ ആ തിയേറ്ററിൽ നിന്ന് മാറിക്കളഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഹിസ്റ്ററി ഓഫ് സിനിമ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് നടന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഈ സിനിമ എങ്ങനെയുണ്ട്, ഈ കലാരൂപം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു ഫ്ലിപ്പ് മാഗസിൻ ബുക്കിൽ ഞാനെന്നുള്ള ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഞാനെന്ന ഫിലിം മേക്കർ വളരുന്നത് തന്നെ സിനിമകൾ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെയും ബർഗ്മാനായാലും കുർസോബായാലും എത്രയോ ഫിലിൻ്റെ സിനിമകളായാലും ഓരോ ഫിലിം മേക്കേഴ്സിൻ്റെയും സിനിമകൾ ട്രൂഫോർഡ് ആയാലും ഒരു പക്ഷേ നമുക്കറിയാം മാസ്റ്റേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരു സീനിനെ സമീപിക്കുന്ന രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മൊണ്ടാഷ് എന്ന് പറയുന്ന സംഗതി പുഡോഫിക്കിനെ എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ സിനിമകളിലും അവർ പറഞ്ഞിരിക്കുന്ന രീതികൾ, ഓരോ സീനിനെയും അവർ അവതരിപ്പിക്കുന്ന രീതികൾ ഒക്കെ പഠിക്കുക എന്ന് പറയുന്നൊരു സംഗതിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ സിനിമകളിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഒരുപക്ഷെ അതിൻ്റെ സ്പിരിറ്റ് ഞാൻ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ത്യൻ സിനിമയിലെ ഫിലിം മേക്കേഴ്സിൻ്റെയും ഒക്കെ എനിക്ക് മുൻപ് വന്നിരിക്കുന്ന ഈ 125 വർഷത്തിന് ഇടയിൽ വന്നിരിക്കുന്ന ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ കാണുക, ക്ലാസിക്സ് കാണുക. സിനിമ കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമ പഠിക്കുന്നത്. 100% എൻ്റെ ഗുരുക്കന്മാരായ കമൽ സാറും ഷാജി സാറും സത്യാമോഹനും ഒക്കെ അവരിൽ നിന്നെല്ലാം ഞാൻ 100% പഠിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്.
അവരിൽ നിന്നെല്ലാം ഞാൻ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട ഒരാളാണ്. പിന്നീട് ഈ വന്നിരിക്കുന്ന ഓരോ സിനിമകൾ എനിക്ക് തോന്നുന്നൊരു ഒരു 3 വർഷം 4 വർഷം കൂടുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചില സിനിമകൾ കണ്ട് മറന്നു പോകാറുണ്ട്. ഇപ്പോൾ ഒരു 4 വർഷം കൂടുമ്പോൾ ഇതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ റിവൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കൂടുതൽ സിനിമകൾ കാണുമ്പോഴാണ് ആ സിനിമയുടെ ഓരോ വർഷം കഴിയുന്തോറും ആ ക്ലാസിക്സിന് കൂടുതൽ മാധുര്യം കൂടുന്നു എന്ന് വേണേൽ പറയാം. അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ പറഞ്ഞ 125 വർഷത്തെ സിനിമാ ജീവിതം അല്ലെങ്കിൽ 125 വർഷത്തെ സിനിമയുടെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അതിലൊരു ഫിലിം മേക്കർ ആവാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ആളായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരുപക്ഷെ ഇത് കാണുന്ന, ഇത് കേൾക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, സിനിമാ ലോകത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, സിനിമ കണ്ട് സിനിമ പഠിക്കുക എന്നുള്ളതാണ്. സിനിമ കണ്ട് സിനിമ ചെയ്ത് സിനിമ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ കലാരൂപങ്ങളുടെയും ഒരു ആകത്തുക സിനിമയിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും നൃത്തനൃത്യങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു പാക്കേജാണ്. അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കലാരൂപങ്ങളുടെ ഒരു ഒത്തുചേരലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കളേഴ്സ് വരുന്നുണ്ട്, പെയിൻറ്റിങ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കാം, കോസ്റ്റ്യൂംസിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കാം, സ്പേസിനെ പറ്റി സംസാരിക്കാൻ സാധിക്കാം, ടൈമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താ പറയുക, ഈ ലോകത്തിലെ ലോകത്തിലെ എല്ലാ കലാരൂപങ്ങളെയും ഒത്തുചേർത്തുകൊണ്ടുള്ള ഒന്നായിട്ടാണ് സിനിമ എപ്പോഴും ഞാൻ കണക്കാക്കുന്നത്. കാരണം ഒരു കഥാകൃത്തിൻ്റെ, ഒരു സംവിധായകൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഒരു തോട്ട്, ഒരു കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അതിന് വളരെയധികം റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്കറിയാം ഓരോ ഷോർട്സിൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഷോർട്സ് എന്തിനാണ്, ഒരു ഷോർട്ട് എടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്ന കലാരൂപം എന്തെടുത്തോളൂ, മ്യൂസിക്, സംഗീതം എടുത്തോളൂ, ചിത്രകല എടുത്തോളൂ, എല്ലാത്തിൻ്റെയും ഒരു ആകത്തുക സിനിമയിൽ എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ പണ്ട് നമുക്കറിയാം ഒരു ട്രെയിൻ ഓടി വരുന്ന ഒരു ഷോട്ടിൽ 125 വർഷം മുൻപ് ഒരു സിനിമ എന്നൊരു കലാരൂപം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് കലാരൂപങ്ങളുടെ ഒരു ഒത്തുചേരൽ സിനിമയിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ വിഷയവുമായി ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ കഥാപാത്രം ഒരുപക്ഷെ ഒരു കഥകളി നടനായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വേറെന്തെങ്കിലും ക്യാരക്ടർ പലതുമായിരിക്കാം. ഇതെല്ലാം പറയുമ്പോൾ നമ്മളിത് റിസർച്ച് നടത്തി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കലാരൂപങ്ങൾ ഒത്തുചേരുന്ന ഒന്നായി സിനിമ മാറുന്നു. ഒരു ഷോട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു സിനിമ ഒരുപാട് കലാരൂപങ്ങൾ ഒത്തുചേരുന്ന ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് സിനിമ മാറുന്നു വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വ്യക്തികളും ഇപ്പോൾ അവരവരുടെ സിനിമ സങ്കല്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള ഫിലിം മേക്കിംഗ് വരുന്നു, പലതരത്തിലുള്ള സിനിമകൾ വരുന്നു, അതിനെ പലതരത്തിലുള്ള പേരുകളിട്ട് ആളുകൾ വിളിക്കുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ സിനിമയുടെ ഈ 125 വർഷത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നെ സംബന്ധിച്ച് ഞാനെന്നുള്ള ഫിലിം മേക്കറിന് ഓരോ സിനിമ കഴിയും തോറും ഞാൻ കൂടുതൽ അത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പഠനം എന്ന് പറയുന്നൊരു സംഗതിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എൻജോയ് ചെയ്യുന്നത്. പല സിനിമകളും കാണുകയും പല സിനിമയെക്കുറിച്ച് കേൾക്കുകയും പല പുസ്തകങ്ങൾ വായിക്കുകയും സിനിമയെ സംബന്ധമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് എൻ്റെ അടുത്തൊരു സിനിമ വരുമ്പോൾ ആ സിനിമയിൽ എന്തെങ്കിലും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കുമോ. ഇപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്ന ദുൽഖറിൻ്റെ സിനിമയിൽ ഞാൻ സ്പേസിനെയാണ് കൂടുതൽ പരീക്ഷണം നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേണിലാണ് പരീക്ഷണം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ സിനിമയും സമീപിക്കുമ്പോൾ ഇതെല്ലാം ഒരു പക്ഷേ എനിക്ക് മുൻപ് പറഞ്ഞു പോയിരിക്കുന്ന മാസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനിലായിരിക്കാം അടുത്ത സിനിമയെ സമീപിക്കുന്നത്. 125 വർഷമെന്ന് ജോൺ പണങ്കൽ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അഭിമാനത്തിൻ്റെ ഒരു ഇതിലെത്തി. കാരണം ഒരു സിനിമയെ സ്വപ്നം കണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് സിനിമയിൽ വന്ന ഒരു ആളാണ് ഞാൻ. ഇന്നിപ്പം 125, എനിക്ക് മുമ്പ് 100 വർഷം മുൻപ് ആ സിനിമ ഉണ്ടായിരുന്നു. ഒരു 25 വർഷം, ഈ 125 വർഷത്തിനിടയിൽ 25 വർഷമാണ് സിനിമയിലൂടെ ഇപ്പം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത്. എൻ്റെ ആയിട്ടുള്ളൊരു 10 സിനിമകളും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം. ഈ പറയുന്ന എനിക്ക് മുൻപ് പറഞ്ഞു പോയ എല്ലാ മാസ്റ്റേഴ്സിനും, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, ഇതിനു വേണ്ടി സ്വപ്നം കണ്ട, ഇതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരുപാട് കലാകാരന്മാരുടെ മുൻപിൽ നമിക്കുന്നു.
ഹാപ്പി ബർത്ത്ഡേ സിനിമ. ഏറ്റവും ആദരണീയനായ ജോൺ പോൾ സാർ, ചവറ കൾച്ചർ സെൻ്ററിൻ്റെ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി, ഈ വെബിനാറിൽ പങ്കെടുത്ത മാസ്റ്റർ മേക്കേഴ്സായ ഹരിഹരൻ സാർ, കമൽ സാർ, ജയരാജ് സാർ, റോഷൻ ആൻഡ്രൂസ് സാർ, ബ്ലസി സാർ, വളരെ പ്രചോദനാത്മകമായിട്ടുള്ള ഒരു മണിക്കൂർ സമയത്തെ വെബിനാറാണ് കഴിഞ്ഞു പോയത്. സിനിമ 125 വർഷത്തെ ജൈത യാത്രയ്ക്കിടയിൽ ലോകത്തെ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തു, സ്വാധീനിച്ചു എന്നുള്ളതിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ലോകജനത ഏറെ അത്ഭുതത്തോടെ കാണുന്ന, ലോകജനതയെ ഇത്രയധികം സ്വാധീനിച്ച ഒരു മാധ്യമം വേറെയില്ലെന്ന് തന്നെ പറയാവുന്ന സിനിമയുടെ അത്ഭുതകരമായ വളർച്ചയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൂമിയർ ബ്രദേഴ്സ് തുടങ്ങിയ ആ നിശബ്ദ സിനിമയിൽ നിന്ന് ഇന്ന് ഡിജിറ്റൽ വെർച്വൽ റിയാലിറ്റിയിലെത്തി നിൽക്കുന്ന സിനിമയുടെ അത്ഭുതകരമായ വളർച്ച, നാഴികക്കല്ലുകൾ, അതികായകന്മാരായ ഫിലിം മേക്കേഴ്സ്, അവർ നൽകിയിരിക്കുന്ന സംഭാവനകൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വെബിനാറിന് നന്ദി പറയുവാനായിട്ട് ഞാനിവിടെ ആയിരിക്കുന്നത്. ആദ്യം തന്നെ സ്നേഹത്തോടെ, ആദരവോടെ നമുക്ക് നന്ദി പറയേണ്ടത് ജോൺ പോൾ സാറിനോട് തന്നെയാണ്. ഇത്തരമൊരു വെബിനാർ സംഘടിപ്പിച്ചുകൊണ്ട് സിനിമയുടെ ചരിത്രത്തെയും വളർച്ചയെയും നമ്മൾ മനസ്സിലാക്കേണ്ടതും ആദരിക്കേണ്ടതുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇങ്ങനെയൊരു വെബിനാർ ആലോചിക്കുകയും അത് ചാവറ കൾച്ചർ സെൻ്ററുമായി ചേർന്ന് നടത്തുവാനായിട്ട് പ്രയത്നിക്കുകയും ഡയറക്ടർ പുതുശ്ശേരി അച്ഛനുമായി ചേർന്നതിനെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ജോൺ പോൾ സാറിനെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. ഇന്ന് ഈ വെബിനാറിൽ മാസ്റ്റർ മേക്കറായ ഹരിഹരൻ സാറിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു. 60-ലധികം സിനിമകൾ ചെയ്ത, ഒരേ സമയം കൊമേഴ്സ്യലും അക്കാദമിക്കുമായിട്ടുള്ള സിനിമകളിലൂടെ നാഷണൽ, സ്റ്റേറ്റ് ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിലുള്ള അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഹരിഹരൻ സാർ സിനിമയെക്കുറിച്ച് വളരെ ലളിതമായിട്ടും വളരെ സമ്യക്കായിട്ടും സംസാരിക്കുകയുണ്ടായി. ഹരിഹരൻ സാറിനെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ സാർ വളരെ രസകരമായ ഭാഷയിൽ കൊടുങ്ങല്ലൂരിലെ കൊട്ടകയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ കൊട്ടക സമ്പ്രദായത്തിൽ നിന്നും വളർന്നു വന്ന സിനിമ ഇന്ന് മൾട്ടിപ്ലക്സിലെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വളർന്നതുവരെയുള്ള ചരിത്രത്തെ അവലോകനം ചെയ്ത് ആൾക്കൂട്ടത്തിൻ്റെ സാമീപ്യത്തോടെ സിനിമ തിയേറ്ററിൽ ആഘോഷിക്കേണ്ടതാണെന്നുള്ള ആ ബോധ്യത്തെ പറഞ്ഞുകൊണ്ട് ഈ വെബിനാറിനെ ഏറ്റവും ഫലപ്രദമായി സമീപിക്കുകയും നല്ല കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്ത അക്കാദമി ചെയർമാൻ കമൽ സാറിനെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുകയാണ്. അടുത്തതായി ജയരാജ് സാറാണ്. സിനിമയെ ഇപ്പോഴും അത്ഭുതത്തോടെ കാണുന്നുവെന്ന് പറയുകയും എൻ്റെ ആദ്യ സിനിമ ഇനിയും ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് വിചാരിക്കുകയും അത്രമാത്രം അത്ഭുതത്തോടെ പാഷനേറ്റായിട്ട് സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന ഡയറക്ടറെയാണ്, മാസ്റ്റർ മേക്കറെയാണ് ജയരാജ് സാറിൽ കാണാൻ സാധിച്ചത്. ഒരേ സമയം കൊമേഴ്സ്യലായിട്ടും അതിലേറെ അക്കാദമിക്കായിട്ടും സിനിമയെ സമീപിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, ദേശാടനം, കളിയാട്ടം തുടർന്നിങ്ങ് പോരുന്ന വഴികളിൽ നവരസങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന നിരവധി അംഗീകാരങ്ങളെ നമുക്കറിയാവുന്നതാണ്. സിനിമ ഇപ്പോഴും കൊച്ചുകുട്ടിയുടെ പാഷനോടെ നെഞ്ചിലേറ്റുകയും അതിൽ എൻ്റെ ആദ്യ സിനിമ ഇനിയും ചെയ്യാനിരിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതകരമായ ചിന്ത സൂക്ഷിക്കുകയും സിനിമയെ ഞാൻ അത്ഭുതത്തോടെ കാണുന്നു എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സിനിമയുടെ ചരിത്രത്തെ നമുക്ക് പറഞ്ഞു തന്ന ജയരാജ് സാറിനെ സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി നമുക്ക് ബ്ലസി സാറിലേക്ക് തിരിയാം. കുറഞ്ഞ സിനിമകളാണ് ബ്ലസി സാർ ചെയ്തത്. ചെയ്ത സിനിമകളിൽ തൻ്റെ
വ്യക്തിമുദ്ര പതിപ്പിക്കുകയും സിനിമയെ ചിന്തയിലേക്കും ഒരുപക്ഷെ ധ്യാനത്തിലേക്കും വരെ എത്തിക്കുകയും കാഴ്ച കൊണ്ട് ലോകജനതയെ തന്നെ കൂടുതൽ സ്വാധീനിച്ച മലയാളം സിനിമ സംവിധായകരിൽ ഒരാളായി ബ്ലെസി സാർ മാറിയിട്ടുണ്ട്. കാഴ്ച എന്ന സിനിമ നമുക്കറിയാം. അതുപോലെ തന്നെ പ്രണയവും ഭ്രമരവും അതിലേറെ തന്മാത്രയും മുഹൂർത്തങ്ങളെ അടുക്കി വെച്ചുകൊണ്ട് മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളെ ചിത്രപ്പെടുത്തിയ, ഏറ്റവും ധ്യാനപൂർവം തന്നെ ചിത്രപ്പെടുത്തിയ വ്യക്തിയെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ ബ്ലെസി സാർ ഇപ്പോൾ ആടുജീവിതത്തിൻ്റെ മേക്കിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലെസി സാർ സിനിമയെ ഓർത്തെടുക്കുകയും ചരിത്രപരമായി കൂടുതൽ അവലോകനം ചെയ്യുകയും മനസ്സിലാക്കുകയും ഐസ്റ്റൻ്റെയും പുഡോക്കിനെയും ഒക്കെ അനുസ്മരിക്കുകയും സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന മഹത് വ്യക്തികളും റഷ്യയുടെ സാഹിത്യ പാരമ്പര്യവും യൂറോപ്പിൻ്റെ സാഹിത്യ പാരമ്പര്യത്തോടൊപ്പം തന്നെ റഷ്യയുടെ സാഹിത്യ പാരമ്പര്യവും സിനിമയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സിനിമയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തെയും വളർച്ചയെയും ഒക്കെ ചേർത്ത് സംസാരിച്ച ബ്ലെസി സാറിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇനി നമുക്കറിയാം, ഈ വെബിനാറിൽ റോഷൻ ആൻഡ്രൂസ് സാറും സംസാരിക്കുകയുണ്ടായി. തൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചതും ആ സ്വപ്നത്തിൽ 25 വർഷം സിനിമയോടൊപ്പം യാത്ര ചെയ്തതും എടുത്ത സിനിമകളിലൊക്കെ കയ്യൊപ്പ് ചേർത്ത് വെച്ചതും ഉദയനാണ് താരമെന്ന സിനിമയുടെ തുടക്കകാലത്തെ എക്സൈറ്റ്മെൻറ്റിനെ ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ ഓർമ്മിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് റോഷൻ ആൻഡ്രൂസ് സാർ സംസാരിക്കുകയുണ്ടായി. പിന്നീട് ഇങ്ങോട്ടുള്ള സിനിമകളൊക്കെ വ്യത്യസ്തമായി ചരിത്ര സിനിമകളും അതുപോലെ തന്നെ ജനസമൂഹങ്ങളിൽ ഹൃദയങ്ങളിൽ കയ്യൊപ്പ് ചേർത്ത് വെച്ച സിനിമകളുമൊക്കെ ചെയ്ത 10ഓളം സിനിമകളുടെ സംവിധായകനായ റോഷൻ ആൻഡ്രൂസ് സാർ സിനിമ തൻ്റെ ജീവിതത്തിൽ എന്താണെന്നും അതിനോടുള്ള പാഷനെയും അതിൻ്റെ ചരിത്രത്തെയുമൊക്കെ ഓർത്ത് സംസാരിച്ചുകൊണ്ട് ഈ വെബിനാറിനെ ഏറ്റവും മനോഹരവും ഫലവത്തുമായി തീർക്കുകയുണ്ടായി. റോഷൻ ആൻഡ്രൂസ് സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ചവറ കൾച്ചറൽ സെൻറ്റർ നടത്തിയ സിനിമയുടെ 125ാം പിറന്നാളിനോട് ചേർന്ന ഈ വെബിനാറിൽ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമാണ് സമ്മാനിക്കുവാനായിട്ട് സാധിച്ചത്. ഒരിക്കൽ കൂടി ചവറ കൾച്ചർ സെൻറ്റർ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി അച്ഛൻ്റെ പേരിലും കൾച്ചർ സെൻറ്ററിലെ എല്ലാവരുടെയും പേരിലും മലയാളത്തിൻ്റെ മാസ്റ്റർ മേക്കേഴ്സായ ഹരിഹരൻ സാറിനും കമൽ സാറിനും ജയരാജ് സാറിനും ബ്ലെസി സാറിനും റോഷൻ ആൻഡ്രൂസ് സാറിനും അതുപോലെ തന്നെ ഏറെ ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ജോൺ പോൾ സാറിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. സിനിമ ഇനിയും മുന്നോട്ട് പോകട്ടെ, പിറന്നാളുകൾ ഇനിയും ആഘോഷിക്കപ്പെടട്ടെ. ലോക്ക്ഡൗൺ കഴിഞ്ഞ സിനിമ പൂർവാധികം ശക്തിയോടുകൂടി തിയേറ്ററുകളിൽ ആഘോഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.